മാധ്യമപ്രവർത്തകൻ KM ബഷീർ കൊലപാതക കേസ് അട്ടിമറിക്കാൻ ഗൂഢാലോചനയെന്ന് ആക്ഷേപിക്കുകയാണ് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജ്. ശ്രീറാം വെങ്കിട്ടരാമൻ പ്രതിയായ കേസ് അട്ടിമറിക്കാൻ നീക്കം നടന്നുവെന്നാണ് വിമർശനം. അടുത്ത മാസം ഈ കേസ് പരിഗണിക്കാനിരിക്കെ പ്രോസിക്യൂട്ടറെ മാറ്റിയത് നടപടികളെ ബാധിക്കുമെന്നും സിറാജ് ദിനപത്രം പറയുന്നു. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ആണ് നമുക്കൊപ്പം ചേർന്നത്. ബിനിൽ, ഗുഡ് മോർണിംഗ്. ബിനിൽ, സിറാജിലെ വിമർശനം എങ്ങനെയാണ്? സേതു, ഗുഡ് മോർണിംഗ്. വരുന്ന 1-ാം തീയതി ഓഗസ്റ്റ് 1-ന് മറ്റന്നാളാണ് ഈ കേസിന്റെ വിചാരണ നടപടികൾ തുടങ്ങുന്നത്. അതിന് മുന്നോടിയായി ഇപ്പോൾ പ്രോസിക്യൂട്ടറായിരുന്ന പ്രമോദ് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു. ആ സ്ഥാനത്തേക്ക് വലിയ പരിചയമില്ലാത്ത രാജേഷ് എന്ന അഭിഭാഷകനെയാണ് പ്രോസിക്യൂട്ടറായി നിയമിച്ചിട്ടുള്ളത്. അതിൽ ആശങ്കയുണ്ട് എന്നാണ് സിറാജ് ദിനപത്രം അവരുടെ 1-ാം പേജിലെ വാർത്തയിൽ ഇപ്പോൾ പറയുന്നത്. ഈ ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമനാണ് KM ബഷീറിനെ മദ്യലഹരിയിൽ കാറിടിച്ച് കൊലപ്പെടുത്തിയത്. അത് മ്യൂസിയത്ത് വെച്ചാണ് ആ അപകടം ഉണ്ടായത്, തിരുവനന്തപുരം തലസ്ഥാനത്ത്. അവിടെ അതിനുശേഷം പലവിധ വിവാദ സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തതാണ്. ഇപ്പോഴും സർക്കാർ സർവീസിൽ കൃഷിവകുപ്പിന്റെ തലപ്പത്ത് ഇപ്പോഴും ശ്രീറാം വെങ്കിട്ടരാമനെ നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉന്നത ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥതല ഗൂഢാലോചന ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നൊരു ആശങ്കയാണ് സിറാജ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഈ പ്രോസിക്യൂട്ടറെ മാറ്റിയത് മാത്രമല്ല, വലിയ പരിചയമില്ലാത്ത 2023 മാത്രം പ്രോസിക്യൂട്ടറായ BS രാജേഷിനെയാണ് ഇതിലേക്ക് പ്രോസിക്യൂട്ടറായി ഈ കേസിൽ നിയമിച്ചിട്ടുള്ളത്. അത് ഈ ഒരു ഗൂഢാലോചനയാണ്. ആശങ്ക അക്കാര്യത്തിൽ കേസിന്റെ ഏത് രീതിയിലാകും മുന്നോട്ട് പോവുക എന്നുള്ളതിൽ ഒരു ആശങ്ക സിറാജ് ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഉന്നത ഗൂഢാലോചന ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നൊരു സംശയവും സിറാജ് പത്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. സേതു, ഓക്കെ, ശരി ബിനിൽ.